വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് തിരിച്ചടി. ബി അശോക് കുമാറിന്റെ 3 സ്ഥലമാറ്റങ്ങൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കി. MR അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണർ സ്ഥാനവും തെറിക്കും. എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കാഡർ തസ്തിക എന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നമുക്കറിയാം നേരത്തെയും ട്രൈബ്യൂണലിൽ നിന്ന് വലിയ തിരിച്ചടി ബി അശോകിന്റെ കാര്യത്തിൽ സർക്കാർ നേരിട്ടതാണ്. ആ നിയമനമൊക്കെ സ്റ്റേ ചെയ്യുന്ന, ആ സ്ഥലമാറ്റം നടപടി സ്റ്റേ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അന്തിമ നടപടി? ഒപ്പം തന്നെ അജിത് കുമാറിനുമുണ്ടല്ലോ തിരിച്ചടി. അനുജ, ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഉത്തരവ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. 2014 കേഡർ നിയമങ്ങൾ പാലിച്ചു വേണം ഇനിയുള്ള സ്ഥലം മാറ്റങ്ങൾ എന്നുള്ളതാണ് നിർദ്ദേശം. അതിൽ പ്രകാരം നേരത്തെ ബി അശോകിന്റെ 3ഓളം വരുന്ന ട്രാൻസ്ഫറുകൾ, അത് നമുക്കറിയാം ബി അശോകും സംസ്ഥാന സർക്കാരും തമ്മിൽ അത്ര നല്ല സ്വരത്തിലല്ലായിരുന്നു. പല ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും പിന്നീട് വിമർശനത്തിന് പിന്നാലെ അദ്ദേഹത്തെ മറ്റു വകുപ്പുകളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തതാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലമാറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കാറ്റിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് അനുകൂലമായ നടപടികളൊക്കെ നേടിയെടുക്കുന്ന നമ്മൾ കണ്ടതാണ്. അതിലാകത്തുകയായാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. 2014 കേഡർ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം ഒരു സുപ്രധാനമായ കാര്യം ഈ വിധിപ്പകർപ്പിൽ പറയുന്നത്, എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കേഡർ തസ്തികയിൽ ഉൾപ്പെട്ടത് എന്ന് കാറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ MR അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണർ സ്ഥാനം അതൊരു ചോദ്യചിഹ്നത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ കാറ്റിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം കേരള IPS കേഡർ തസ്തികയിൽ എക്സൈസ് കമ്മീഷണർ പദവി ഇല്ല എന്നും കാറ്റ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കില IMG ഡയറക്ടർ സ്ഥാനവും IAS കേഡർ തസ്തിക എന്നും കാറ്റ് വ്യക്തമാക്കുകയാണ്. അങ്ങനെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ കാറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിലേക്ക് എത്തും. നേരത്തെ ബി അശോകിന് കാറ്റിൽ നിന്ന് അനുകൂലമായ നിലപാട് ലഭിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലേക്ക് സർക്കാർ എത്തിയിരുന്നു. സ്വാഭാവികമായും ഈ ഉത്തരവ് ചോദ്യം ചെയ്തും ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിലേക്ക് ഹൈക്കോടതിയിലേക്ക് പോകും എന്ന എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടോ വിഷ്ണു? ഈ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും ഹൈക്കോടതിയിലേക്ക് പോകുക. നേരത്തെ ബി അശോകിന്റെ കേസുമായി ബന്ധപ്പെട്ട് ബി അശോകിനെ കാറ്റിൽ നിന്ന് അനുകൂലമായി ഉത്തരവുണ്ടായ പശ്ചാത്തലത്തിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയിലേക്ക് സർക്കാർ എത്തിയിരുന്നു. നിയമങ്ങൾ പാലിച്ചാണ് ട്രാൻസ്ഫർ നടത്തിയത്, അതിൽ മറ്റ് രാഷ്ട്രീയ വിരോധങ്ങളൊന്നുമില്ല, അതൊരു രാഷ്ട്രീയ ട്രാൻസ്ഫർ അല്ലേ എന്ന് കോടതി ആവർത്തി ചോദിച്ച ഘട്ടത്തിൽ അങ്ങനെയില്ല, ഇതിൽ ചില കൃത്യമായ നിയമങ്ങൾ പരിശോധിച്ച് നിയമങ്ങൾ പാലിച്ചാണ് ഈ ട്രാൻസ്ഫറുകൾ നടത്തിയതെന്നുള്ള വിശദീകരണമാണ് അന്ന് കോടതിയിൽ സർക്കാർ നൽകിയത്. സ്വാഭാവികമായും ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അത് ഇപ്പോൾ ഈ വിധിപ്പകർപ്പ് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ആ നടപടിയിലേക്ക് കടക്കുക. അനുജ, ബി അശോക് കുമാറിന്റെ 3 സ്ഥലമാറ്റങ്ങളാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കിയതൊപ്പം MR അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണർ സ്ഥാനവും തെറിക്കും എന്നുള്ളതാണ്. ഈ സ്ഥാനം അത് IAS കാഡർ തസ്തിക എന്നതാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയത്. ഇനി സർക്കാരിന്റെ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് പ്രധാനം. ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ്. ഇപ്പോൾ ജാസ്ലിയുടെ കുടുംബം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. ഞങ്ങളുടെ വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛന്മാരോട്, ഇടവകയില അച്ഛനോട്, ഞമ്മളുടെ കൂട്ടുകാരോട് എല്ലാവരോടും നന്ദി. പറഞ്ഞായിരുന്നു. പോണമെന്നുണ്ട്, കാണണമെന്നുണ്ട്. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. എങ്ങനെയാണ് ഇത് ഏറ്റവും ലാസ്റ്റ് എല്ലാം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് ആ ചേട്ടനെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് പുള്ളീനോട്, എന്താണ് അങ്ങനെ ചെയ്ത് അന്നാലും അങ്ങനെ ഇല്ല. ശരിക്കും ഒരു ഡോക്ടറായാൽ ജീവൻ രക്ഷിക്കേണ്ടത്, അതിന് പകരം പുള്ളി
ഒന്നുമില്ലാത്തവര് ജസ്റ്റ് എന്തോ ഒരു സാധനം ഓടിച്ച് തെറിപ്പിച്ചോട്ടവര് പോയതാണ്. എന്നിട്ട് എന്തു പറയാനാണ്, എല്ലാവരുടെയും ജീവന് വിലയുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവണം. ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയണം. അതിന് ഞങ്ങൾക്കൊന്ന് കാണണം, എല്ലാവർക്കും കാണണം. കുറേ പേര് ഇതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്, നിങ്ങൾ മാധ്യമങ്ങളായാലും എല്ലാവരും. അവളുടെ ജീവൻ ഇന്നതായിട്ട് തിരിച്ചു കിട്ടൂല എന്തെങ്കിലും. പക്ഷേ ഞങ്ങൾ ഈ 7 ദിവസം അനുഭവിച്ച ആ പുള്ളി എങ്ങനെയാണ് ശിക്ഷ കിട്ടണം, അത്രയും നാളെ പുള്ളി മനസ്സിലാക്കണം. നന്നാവാനാണെങ്കിൽ നന്നാവണം. ഈ സ്വഭാവം വെച്ച് എന്തൊക്കെയാണ് ഇത് സംഭവിക്കണമെന്ന് ഒരു മനസ്സിലാവൂല. അത്രേ ഉള്ളൂ. ചാൾസ്ലിയ ജോൺസന്റെ കുടുംബം പ്രതികരിക്കുകയായിരുന്നു. പ്രതി പിടിയിലായി, ഡോക്ടർ സിറിയക്ക്. അതിൽ ഇപ്പോഴെങ്കിലും പിടിയിലായി എന്നുള്ളതിൽ ആശ്വാസമുണ്ട് എന്ന് പറയുന്നു. ആ പ്രതിയെ നേരിട്ട് കാണണമെന്നുണ്ട്, അയാളോട് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നതാണ് കുടുംബം വ്യക്തമാക്കിയത്. CPIM നേതൃത്വവുമായി ഇടഞ്ഞ മുതിർന്ന നേതാവ് ജി സുധാകരൻ നിലപാട് മയപ്പെടുത്തുന്നു. പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജി സുധാകരൻ അറിയിച്ചു. പാർട്ടി അംഗത്വം തൽക്കാലം പുതുക്കില്ല, എന്നാൽ അനുഭാവിയായി തുടരുമെന്നാണ് നിലപാട്. ജി സുധാകരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതെല്ലാം പാർട്ടി നേതൃത്വം അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായി അവിടുന്ന് ചുമതലപ്പെടുത്തുന്ന ആളുകൾ സംസാരിക്കും. അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ പാർട്ടി നടത്തും. ഉണ്ടാവുമല്ലോ, അതായിരിക്കുമല്ലോ കേന്ദ്ര കമ്മിറ്റി മെമ്പർ പോയി കണ്ടത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഒരല്പം മയപ്പെടുകയാണ് ജി സുധാകരൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അംഗത്വം പുതുക്കില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിലും. അനുജ, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല, പാർട്ടിയുമായുള്ള ബന്ധം അപ്പാട് ഉപേക്ഷിക്കുന്നു എന്നുള്ള കടുത്ത നിലപാടിൽ നിന്ന് അല്പം മയപ്പെടുത്തിയിരിക്കുകയാണ് ജി സുധാകരൻ. അതായത് നിലപാടിൽ നിന്ന് ചെറുതായി പിന്നോട്ട് പോകുന്നു. അതായത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ തൽക്കാലം ആലോചനയില്ല എന്ന് CS സുജാതയോട് തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കില്ലെന്നും അനുഭാവിയായി തുടരും എന്നുമാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുടെ കൂടിക്കാഴ്ചയിൽ ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ മാസം 31-ാം തീയതി വരെ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സ്ക്രൂട്ടിനി അടക്കമുള്ള നടപടികൾ നീണ്ടുപോകും. അതിനിടെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഈ അനുനയ ചർച്ചകൾ വീണ്ടും തുടർന്നാൽ അത് പുതുക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അനുനയം തുടരാൻ തന്നെയാണ് സാധ്യത. ഈ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എങ്കിൽ ഈ വർഷം അടുത്ത മെമ്പർഷിപ്പ് പുതുക്കുന്നതുവരെ അദ്ദേഹം ഒരു അനുഭാവി മാത്രമായി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരു അനുഭാവിയായി തുടരുമെന്നുള്ളതാണ് അതിലെ പ്രത്യേകത. എന്തായാലും അല്പസമയം മുമ്പ് സജി ചെറിയാൻ അടക്കം പറഞ്ഞത് അനുനയ ശ്രമങ്ങൾ തുടരുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം പാർട്ടി നിയോഗിച്ച പ്രകാരം തന്നെയാണ് സജി ചെറിയാൻ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. പാർട്ടി ആ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നീണ്ട അനുനയ ശ്രമങ്ങൾക്കിടെയാണ് അല്പമെങ്കിലും ഒരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നത്. തുടർ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുജ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതലയുണ്ട് ജില്ലയിലെ ജി സുധാകരനുണ്ട്. അതിൽ എങ്ങനെയാകും അദ്ദേഹം ആ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുമോ? പ്രചാരണ പരിപാടികളിൽ ഉൾപ്പെടെ. മറ്റൊന്ന്, നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമോ? നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇതിനോടകം അറിയിച്ചിട്ടാണല്ലോ. നിലവിൽ എന്തായാലും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ജി സുധാകരൻ മെമ്പർഷിപ്പ് പോലും പുതുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയ ജി സുധാകരൻ പാർട്ടി ചുമതലയിലുള്ള സാഹചര്യത്തിൽ ഇലക്ഷൻ ചുമതലകളുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹം പാർട്ടിയുമായി അങ്ങനെ മുന്നോട്ട് പോകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം നാളത്തെ പെരുമ്പളം പാലം ഉദ്ഘാടനമാണ്. അതിലേക്ക് പൊതുമരാമത്ത് മന്ത്രി അടക്കം നേരിട്ട് ക്ഷണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചതാണ്. കാലിന്റെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ്. ഒപ്പം ഈ ദ്വീപിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ട് കൂടി പറഞ്ഞാണ് അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് അന്ന് അറിയിച്ചത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേരും ചിത്രവും അടക്കം സർക്കാർ പരസ്യം നൽകുന്ന സാഹചര്യത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ടെങ്കിലും പങ്കെടുക്കാതിരിക്കാനാണ് സാധ്യത. നിലവിൽ എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം നൽകിയിട്ടില്ല. ഇപ്പോഴും നേരത്തെ അതേ മൗനം തുടരുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും നാളെ മുഖ്യമന്ത്രി ജില്ലയിലുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഒരു കൂടിക്കാഴ്ചയോ സംസാരമോ ഉണ്ടാകുമോ എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി നേരിട്ടത് കാണാനുള്ള സാധ്യത വളരെ വിരളമാണ്. എങ്കിലും ഏതെങ്കിലുമുള്ള സാഹചര്യത്തിൽ ഒരു ആശയവിനിമയം നടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്.
അതാണ് മുഖ്യമന്ത്രി നാളെ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത വിരളമാണ്. അദ്ദേഹത്തിന് നടക്കാൻ പ്രശ്നമുണ്ട് എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതലയുണ്ട് ജില്ലയിലെ. അതിലും അദ്ദേഹം അത്തരം ജോലികൾ നിർവഹിക്കുമോ എന്നതിലും അവ്യക്തതയുണ്ട്. പക്ഷേ നിലവിൽ അദ്ദേഹം പറയുന്നത് അംഗത്വം പുതുക്കില്ല, എന്നാൽ അനുഭാവിയായി തുടരുമെന്നതാണ്. അനുനയ നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. മധ്യപൂർവേഷ്യൻ സംഘർഷം ഇന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയ്ക്കിടെ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ താത്കാലിക ഇളവ്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉത്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാം. ഇളവ് നൽകിയെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. ഇന്ത്യയുടെ പരമാധികാരം പണയം വച്ചു എന്നാണ് വിമർശനം. റഷ്യൻ എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ സമയമാണ് ഇന്ത്യൻ റിഫൈനറികൾക്ക് അമേരിക്ക അനുവദിച്ചിരിക്കുന്നത്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉത്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അംഗീകാരം നൽകി. വിവിധ ഉപരോധ വ്യവസ്ഥകളിൽ തടഞ്ഞ കപ്പലുകളിൽ നിന്നുൾപ്പെടെയുള്ള ഇടപാടുകൾക്ക് ഏപ്രിൽ 3 വരെയാണ് അനുമതി. ഹ്രസ്വകാല നടപടി റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കില്ലെന്നും അമേരിക്ക വിശദീകരിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നതായും സ്കോട്ട് ബെൻസൺ പറഞ്ഞു. വിഷയത്തിൽ ഇന്ത്യയുടെ മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വിദേശ നയത്തിന്റെ പേരിൽ അടിമപ്പെട്ടൊരു നേതാവിന്റെ ചൂഷണങ്ങളാണ് കാണാനാകുന്നതെന്ന് രാഹുൽ ഗാന്ധി. അമേരിക്കയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇന്ത്യൻ നയങ്ങൾ അമേരിക്ക കൽപ്പിക്കുന്നതിൽ ജനങ്ങൾ അതൃപ്തരാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ബ്ലാക്ക്മെയിൽ എത്ര നാൾ തുടരുമെന്ന ചോദ്യവുമായി ജയറാം രമേശ് രംഗത്തെത്തി. 24 ഡൽഹി. അതിനിടെ യുദ്ധക്കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ശ്രീലങ്കൻ നാവികസേന ഇറാൻ നാവികരെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 32 പേരെയാണ് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയത്. വിനീത വി ജി വിശദാംശങ്ങളുമായി. വിനീത, ഇക്കാര്യത്തിൽ മാനവികത എന്നുള്ളതാണ് പ്രധാനമെന്ന് ശ്രീലങ്ക വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അനുജ, ഇക്കാര്യത്തിൽ ശ്രീലങ്ക നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ ശ്രീലങ്കയോട് സഹായം അഭ്യർത്ഥിക്കുകയും ബാക്കിയുള്ള നാവികരെ, ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരെ സുരക്ഷിതമായി മാറ്റുന്നതിന് സഹായം തേടിയതായും ശ്രീലങ്ക ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ സഹായം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. യുദ്ധക്കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട നാവികരെ, ഇറാൻ നാവികരെ ശ്രീലങ്കൻ നാവികസേന സുരക്ഷിതമായി മാറ്റുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ 32 പേരെ സുരക്ഷിതമായിട്ട് മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്കേറ്റ ആളുകളെ, ആ നാവികരെ പ്രത്യേകം ആംബുലൻസിൽ കയറ്റി മറ്റ് മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ശ്രീലങ്കൻ നാവികസേനയാണ് ഇറാൻ നാവികരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 32 പേരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ഈ നാവികരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനും ഒപ്പം തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികരുടെ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എത്തിക്കുന്നതിനും മറ്റുമുള്ള സഹായം ചെയ്തു തരണമെന്ന് ശ്രീലങ്കയോട് ഇറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇറാന്റെ മറ്റൊരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ അതിർത്തിയിലേക്ക് എത്തുകയും ആ കപ്പലിന്റെ സുരക്ഷ ഒരുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീലങ്ക അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ആവശ്യമായിട്ടുള്ള സുരക്ഷാ സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനുജ, ഇറാൻ നാവികരെ ശ്രീലങ്കൻ നാവികർ രക്ഷിക്കുന്ന ആ ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 32 നാവികരെ സുരക്ഷിതങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ് വിവരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്നും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ കുടുങ്ങിയവരുമായുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം ഇന്ന് കരിപ്പൂരിലെത്തും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതോടെ നിരവധി യാത്രക്കാരാണ് ഇന്നും പ്രതിസന്ധിയിലായത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 31 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട 35 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള 24 അന്താരാഷ്ട്ര സർവീസുകളും തടസ്സപ്പെട്ടു. അതേസമയം ദുബായ്, ജിദ്ദ, റിയാദ്, അബുദാബി, ഷാർജ, മസ്കറ്റ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ കുടുങ്ങിയവരുമായുള്ള ആദ്യ വിമാനം ഇന്ന് കരിപ്പൂരെത്തും. റിയാദിൽ നിന്ന് പുലർച്ചെ 3:30 പുറപ്പെട്ട സൗദി എയർലൈൻസ് ഉച്ചതിരിഞ്ഞ് 2:30 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുക. തിരുവനന്തപുരത്ത് നിന്ന് 22 വിമാന സർവീസുകളാണ് ഇന്ന് തടസ്സപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന 10 സർവീസുകളും മുടങ്ങി. അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ വരെ 281 വിമാന സർവീസുകളാണ് ആകെ റദ്ദാക്കിയത്. ഇതുവരെ 1461 പരാതികൾ പരിഹരിച്ചുവെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24.
ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ നിർണായക ചുവടുവയ്പ്. തുരങ്കപാതയിലെ പാറ തുറക്കൽ പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കിഫ്ബി വഴി 2134.5 കോടി രൂപ ഉപയോഗിച്ചുള്ള പദ്ധതി 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അനാവശ്യ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള ബ്ലാസ്റ്റിംഗ് എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സ്വപ്നത്തിൽ പോലും പലരും കാണാതിരുന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതിൻ്റെ പ്രതിഫലനം വളരെ പോസിറ്റീവ് ബ്ലാസ്റ്റിംഗ് കൂടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യയുടെ പിൻബലത്തിൽ കട്ട് ആൻഡ് കവർ രീതിയിലാണ് തുരങ്കം നിർമ്മിക്കുക. കൃത്യമായ അളവിലും ആഴത്തിലും പാറ തുറക്കുന്നതിനായി ആധുനിക റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാകും പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. രാജ്യത്തെ മുൻനിര ഏജൻസിയായ കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയിൽ വലിയ മുന്നേറ്റമാകും ഉണ്ടാകുക. ആനക്കാംപൊയിൽ നിന്നും ടീം 24. കിഫ്ബി ഫണ്ട് മികച്ച രീതിയിൽ വിനിയോഗിച്ച ജില്ലകളിലൊന്നാണ് കോട്ടയം ജില്ല. സമഗ്ര മേഖലകളിലും അടിസ്ഥാന വികസന സൗകര്യത്തിൽ വലിയ കുതിപ്പാണ് ഇതേ തുടർന്നുണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജ് വികസനം അടക്കം 57 ബൃഹത് പദ്ധതികളാണ് ജില്ലയിൽ നടപ്പാക്കിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, കായികം എന്നുവേണ്ട എല്ലാ മേഖലയിലും കിഫ്ബി വഴി കോട്ടയം ജില്ലയിൽ വികസനമെത്തിയിട്ടുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 5000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് കോട്ടയം ജില്ലയിൽ മാത്രം നടപ്പാക്കിയിട്ടുള്ളത്. മധ്യ കേരളത്തിലെ പ്രധാന ജില്ലയായ കോട്ടയത്തിനും വലിയ പരിഗണനയാണ് സർക്കാർ നൽകിയത്. മികച്ച രീതിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച ജില്ലയെന്ന പേരും അതുകൊണ്ട് തന്നെ കോട്ടയത്തിന് സ്വന്തം. സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, റോഡുകൾ എന്നുവേണ്ട സമഗ്ര മേഖലയിലും വികസനത്തിന്റെ കാറ്റ് വീശി. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 5000 കോടി രൂപയുടെ വികസനം ജില്ലയിലെത്തി എന്നാണ് പറയുന്നത്. കോട്ടയം ജില്ലയ്ക്ക് കിഫ്ബിയിൽ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ: ഒന്ന് മെഡിക്കൽ കോളേജ്, ഏതാണ്ട് 1250 കോടി രൂപ; യൂണിവേഴ്സിറ്റി, ഇതുകൂടാതെ 93 കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ; കോണത്താറ്റ് പാലം 15.77 കോടി രൂപയുണ്ട്. ആരോഗ്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കോട്ടയം ജില്ലയിൽ നൽകിയത്. മധ്യകേരളത്തിൽ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം 1000 കോടി രൂപയിലധികം ചിലവഴിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ കെട്ടിട സമുച്ചയവും അത്യാധുനിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വൈക്കം താലൂക്ക് ആശുപത്രി, ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രി, കോട്ടയം ജില്ലാ ആശുപത്രി എന്നിങ്ങനെ മറ്റ് ആതുരാലയങ്ങളും മാറ്റത്തിന്റെ പടവുകൾ കയറുകയാണ്. എമർജൻസി മെഡിക്കൽ കോളേജും മറ്റേ യൂണിവേഴ്സിറ്റിയും കൂടെ എടുക്കുമ്പോൾ തന്നെ 2000 കോടി എത്തിക്കഴിഞ്ഞു. ജില്ലാ ആശുപത്രി എടുക്കുമ്പോൾ അതിനേക്കാൾ വൈക്കം ആശുപത്രിയും കൂടെ എടുക്കുമ്പോൾ 3000 കോടി കഴിഞ്ഞു. അതല്ല, 5-6000 കോടി രൂപയുടെ എല്ലാം കൂടെ കൃത്യമായി കണക്ക് കൂട്ടിയാലുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആമ്പൽ വസന്തം നടക്കുന്ന മലരിക്കലിൽ റോഡടക്കമുള്ള വികസനങ്ങൾ കൊണ്ടുവന്നു. കുമരകത്തെ കോണറ്റ് പാലവും വൈക്കത്തെ മാക്കേക്കടവ് പാലവും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ വിവിധ പ്രോജക്റ്റുകൾ വഴിയുടേതുണ്ട്, പാലത്തിൻ്റെതുണ്ട്. 57 ബൃഹത് പദ്ധതികളാണ് കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കിയത്. കുറവിലങ്ങാട് 400 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന് 231.03 കോടിയും വെള്ളൂർ വ്യവസായ പാർക്കിന് 200.6 കോടി, MG സർവകലാശാലയ്ക്ക് 122.59 കോടി, വൈക്കം സിനിമാ തിയേറ്റർ കോംപ്ലക്സിന് 22.07 കോടി, എരുമേലി അന്നദാന കേന്ദ്രത്തിന് 14.45 കോടി എന്നിവ ഇതിൽ ചിലതു മാത്രം. ഏറ്റവും ഒടുവിൽ റെയിൽവേ വികസനത്തിന് 1000 കോടി രൂപ അനുവദിച്ചു എന്നതും ശ്രദ്ധേയം. ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾ ഇനിയും കോട്ടയം ജില്ലയിലേക്ക്
കിഫ്ബിയിലൂടെ വരാനുണ്ട്. എന്തായാലും ഓരോ കോട്ടയംകാർക്കും വികസനം നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. സിപിഐ മുൻ നേതാവ് പി കെ ശശി ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടിക്ക് സിപിഐഎം. പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. അമിത ലാളനയും പിന്തുണയും ലഭിച്ച നേതാവാണ് പി കെ ശശിയെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പ്രതികരിച്ചു. വിമതർ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പി കെ ശശി സിപിഐഎം ജില്ലാ നേതൃത്വത്തിനെതിരെ ഗൗരവ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പി കെ ശശിക്കെതിരെ സിപിഐഎം നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വളരെ മോശപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കെതിരായി ശശി ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അമിത ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ നേതാവാണ് ശശിയെന്നും തെറ്റുതിരുത്തിയാൽ പി കെ ശശിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാമെന്നും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും പറഞ്ഞു. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികൾ ഉണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിച്ചത്. അതേസമയം ശശിയെയും സതീഷിനെയും അനുകൂലിക്കുന്ന വിമതരുടെ നീക്കത്തിനെതിരെ സിപിഐഎം വിമതർ രംഗത്തെത്തി. കൊഴിഞ്ഞാമ്പാറയിലെ വിമത നേതാക്കൾ വീണ്ടും സിപിഐഎമ്മിലേക്ക് തിരിച്ചെത്തി. 24 പാലക്കാട്. പുതുയുഗയാത്ര സമാപിക്കുന്നതോടെ UDFിലെ സീറ്റ് വിഭജനം അന്തിമമാക്കാനുള്ള ചർച്ച പുനരാരംഭിച്ച് കോൺഗ്രസ്. 10 സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസിൽ നിന്ന് ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസിലെ ധാരണ. ഇതിനിടെ അമ്പലപ്പുഴ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ രംഗത്തെത്തി. സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിനായി UDFിലെ ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേരത്തെ തന്നെ ചർച്ച തുടങ്ങിയിരുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നു മുതൽ വീണ്ടും ചർച്ച പുനരാരംഭിച്ചിരിക്കുന്നത്. വൈകുന്നേരം കേരള കോൺഗ്രസുമായി നടക്കുന്ന ചർച്ചയിൽ ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തും. കേരള കോൺഗ്രസിന് 8 സീറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ താൽപര്യം. മുസ്ലിം ലീഗുമായി നേരത്തെ തന്നെ സീറ്റെണ്ണത്തിൽ ധാരണയായിട്ടുണ്ട്. സീറ്റുകൾ വെച്ചുമാറുന്നതിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കും. കോൺഗ്രസ് മത്സരിച്ചിരുന്ന പട്ടാമ്പി സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കും. കോങ്ങാടും ബാലുശ്ശേരിയും തമ്മിലും വെച്ചുമാറും. സീറ്റ് വിഭജനം പൂർത്തിയായാലുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ലീഗിന്റെ തീരുമാനം. തങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ആർക്കും ഒരു വ്യക്തതയില്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവും. ജയസാധ്യതക്കാണ് മുൻതൂക്കം. സ്ഥാനാർത്ഥി നിർണയ ചർച്ച ആരംഭിച്ചതോടെ കോൺഗ്രസിൽ ഭിന്നസ്വരങ്ങൾ ഉയർന്നു തുടങ്ങി. അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലിയാണ് തർക്കം. അമ്പലപ്പുഴയിൽ M ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന A ഷുക്കൂറാണ് വിമർശനം ഉന്നയിച്ചത്. എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇല്ലാതില്ല. കാരണം ഞാൻ 2011 മത്സരിച്ചതിന് ശേഷം മത്സരിച്ചിട്ടില്ല. നിരന്തരമായി തോൽക്കുന്ന ആളുകളും നിരന്തരമായി മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. എനിക്ക് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ആറന്മുളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പത്തനംതിട്ട ടൗണിലും പ്രസ് ക്ലബ് പരിസരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വൈക്കത്ത് ദളിത് ചിന്തകൻ സണ്ണിയം കബക്കാടിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലിയും UDFിൽ തർക്കമുണ്ട്. സീറ്റ് ഏറ്റെടുക്കണമെന്ന് DCC നേതൃയോഗങ്ങളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും പ്രമേയം കൊണ്ടുവന്നു. 24 തിരുവനന്തപുരം. കൊല്ലത്ത് നടന്ന ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. മത സമുദായ നേതാക്കളും ചടങ്ങിന്റെ ഭാഗമായി. മുൻമന്ത്രി VS സുനിൽകുമാറിനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതെ CPI. തൃശൂർ മണ്ഡലത്തിൽ P ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ VS പ്രിൻസിനെയാണ് പരിഗണിക്കുന്നത്. പീരുമേട്ടിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ മത്സരിച്ചേക്കും. ശക്തമായ ത്രികോണ മത്സരം വന്നാൽ തൃശൂർ മണ്ഡലത്തിലെ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നത് മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ ആയിരുന്നു. എന്നാൽ സുനിൽകുമാറിന്റെ പേര് പരിഗണിക്കാതെയാണ് CPIയുടെ പ്രാഥമിക പട്ടിക. P ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ VS പ്രിൻസ് തൃശൂരിൽ മത്സരിച്ചേക്കും. ഒരു വനിതാ നേതാവിന്റെ പേരും മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്.
അതേസമയം പീരുമേട്ടിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ LDF സ്ഥാനാർത്ഥിയാകും. സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി സലീംകുമാറിന്റെ പേര് പ്രഖ്യാപിക്കും. റോയ് K. പൌലോസ്, CP മാത്യു, സിറിയക് തോമസ് എന്നിവരെയാണ് UDF പീരുമേട്ടിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. അതേസമയം നെന്മാറ MLA K. ബാബുവിന് ടേം വ്യവസ്ഥയിൽ CPIM ഇളവ് നൽകില്ല. CPIM ഏരിയ സെക്രട്ടറി K. പ്രേമനായിരിക്കും ഇവിടെ LDF സ്ഥാനാർത്ഥി. ആലത്തൂരിലേക്ക് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശിയുടെ പേരാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഇനി 24 മെഗാ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ CSI മിഷൻ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷ്ണം വയറിനുള്ളിൽ തുന്നിക്കെട്ടിയെന്നാണ് പരാതി. 3 മാസം ദുരിതം നേരിട്ട മേനംകുളം സ്വദേശി ഷീബ പ്രമോദ് മുഖ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ സംഭവിച്ച വീഴ്ചയാകാമെന്നാണ് ഡോക്ടറുടെ പ്രതികരണം. മേനംകുളം സ്വദേശിയായ ഷീബ പ്രമോദ് 3 മാസമാണ് വേദന അനുഭവിച്ചത്. ഡിസംബർ 3-നാണ് വയറുവേദനയ്ക്ക് ചികിത്സ തേടി ഷീബ CSI മിഷൻ ഹോസ്പിറ്റലിലെത്തിയത്. സ്കാനിംഗിൽ അപ്പൻഡിസൈറ്റിസ് പഴുത്തു പൊട്ടിയതാണെന്ന് കണ്ടെത്തി ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചു. ഡിസംബർ 12-ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും മുറിവിന്റെ ഒരു ഭാഗം ഉണങ്ങാതെ പഴുത്തു തുടങ്ങി. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറോട് ബന്ധപ്പെട്ടെങ്കിലും അവധിയാണെന്നായിരുന്നു മറുപടി. വേദന കൂടിയതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുറിവിന്റെ ഒരു വശത്തുകൂടി നൂല് പുറത്തേക്ക് വന്നത് കണ്ടെത്തി. ഇതോടെയാണ് വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും ഉണ്ടെന്ന് ഉറപ്പിക്കുന്നത്. ഇതോടെ ശസ്ത്രക്രിയ നടത്തിയ CSI ആശുപത്രിയിൽ തന്നെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി തുണി പുറത്തെടുത്തു. ഡോക്ടറിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തു, അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും വേദന അനുഭവപ്പെട്ടതിനാൽ നീ ഭയങ്കര 3 മാസം വരെ നീണ്ടു നിന്നു. തുണി എങ്ങനെ വയറ്റിൽ പോയെന്ന് അറിയില്ലെന്നും മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ പോയതാകാമെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഷീബ പ്രമോദിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് വി ജോയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാർലമെന്റിൽ മത്സരിക്കാനും വർക്കലയിൽ മത്സരിക്കാനും ഒരാൾ മാത്രം എന്ന തരത്തിലേക്കുള്ള വിമർശനമാണ്. കരമന ഹരിയാണ് പ്രധാനമായും ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ശരിയായ രീതിയല്ല എന്ന് പറയുകയാണ്. ജില്ലാ സെക്രട്ടറി മത്സരിക്കുക എന്നുള്ളതിൽ ഇദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് ഇളവ് നൽകുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കരമന ഹരി ജില്ലാ കമ്മിറ്റിയിൽ എന്നുള്ളതാണ് വാർത്ത. ഓക്സിജനിൽ സാംസങ് ഗാലക്സി S26 സീരീസ് ലോഞ്ച് ചെയ്ത് പരസ്യ സംവിധായകനും നടനുമായ പ്രകാശ് വർമ്മ കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പോർട്ടിന്റെ കോട്ടയം ഷോറൂമിൽ വെച്ചാണ് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത്. ഇതോടെ സാംസങ്ങിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ഡിജിറ്റൽ റീറ്റെയിൽ പാർട്ണർമാരിൽ ഒന്നായ ഓക്സിജൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിൽ വീണ്ടും മുൻപന്തിയിലെത്തിയെന്ന് കമ്പനി അവകാശപ്പെട്ടു. ചടങ്ങിൽ ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ K. തോമസ്, നടൻ പ്രേം പ്രകാശ്, സാംസങ് കീ അക്കൗണ്ട്സ് മാനേജർ സിയാം മൊയ്തീൻ, ഓക്സിജൻ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് പ്രവീൺ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി എത്തുന്ന സാംസങ് ഗാലക്സി S26 സീരീസ് മികച്ച ക്യാമറ പെർഫോമൻസും കരുത്തുറ്റ പ്രോസസ്സറുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ മാർച്ച് 10 വരെ S26 ബുക്ക് ചെയ്യുന്നവർക്ക് 20,000 രൂപ വിലമതിക്കുന്ന എക്സ്ക്ലൂസീവ് ആനുകൂല്യങ്ങളാണ് ഓക്സിജൻ വാഗ്ദാനം ചെയ്യുന്നത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.